സാർ ഒരുപാട് കാലം മാധ്യമപ്രവർത്തക രംഗത്ത് സേവനമനുഷ്ഠിച്ച ആളാണ്. ഇപ്പോൾ ചർച്ച ഏറ്റവും കൂടുതൽ വരുന്നത് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വേർഡില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം കേരളത്തിലില്ല എന്നുള്ളതാണ്. സാറിൻ്റെ ഈ മാധ്യമപ്രവർത്തന രംഗത്ത് ഇപ്പോൾ വളയാർ സുനിൽ സാറിനെ പോലുള്ളവരാണ് ഈ വാക്കുകൾ പത്രമേഖലയിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് കൃത്യമായ രേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ. ഇപ്പോൾ സാറ് മാധ്യമ മേഖലയിൽ വർക്ക് ചെയ്ത സമയത്ത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്താണ് സാറിന് അറിയാൻ സാധിച്ചിട്ടുള്ളത്? സാറ് അതിൻ്റെ ഒരു കൃത്യമായ ഒരു വിവരണം ഞങ്ങളുടെ BBC-യുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും കേരളത്തിൽ ലവ് ജിഹാദ് എന്ന പേരിൽ അങ്ങനെ വിളിക്കാവുന്ന ഒരു സംഭവം നടക്കുന്നില്ല എന്ന് ആധികാരികമായി പലതവണ പാർലമെൻറ്റിലും കേരള നിയമസഭയിലും കേരള പോലീസിൻ്റെ റിപ്പോർട്ടിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കേരള ഹൈക്കോടതിയിൽ 2 പെൺകുട്ടികളുടെ ഹേബിയസ് കോർപ്പസ് ഹർജി അവരുടെ രക്ഷകർത്താക്കൾ സമർപ്പിച്ചപ്പോൾ 2 പെൺകുട്ടികളെ കാണാതായി. അവർ എവിടെ പോയി എന്നറിയില്ല. അവർ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റിയതാണ് എന്ന് പൊതുസമൂഹം സംശയിക്കുന്ന ഒരു ഘട്ടത്തിൽ എൻ്റെ പേരൻസ് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജിയുമായി വന്നു. ആ കേസിൻ്റെ വാദപ്രതിവാദങ്ങൾക്കിടയിൽ വിചാരണാവേളയിലാണ് ഈ വാക്ക് ഉത്ഭവിക്കുന്നത്. അന്ന് ജസ്റ്റിസ് ശങ്കരനായിരുന്നു ഈ സിംഗിൾ ബെഞ്ച് ഇത് കേട്ടത്. അപ്പോൾ ശങ്കരൻ്റെ മുന്നിൽ ഇത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ DGP-യോട്, പോലീസ് ഡയറക്ടർ ജനറലിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. വളരെ നിർബന്ധിച്ച് കാലതാമസം എടുത്തിട്ടാണ് പോലീസ് റിപ്പോർട്ട് കൊടുത്തത്. ആ റിപ്പോർട്ടിൽ ലവ് ജിഹാദിൽ എന്നൊന്നില്ല. പകരം ചില ആളുകളെ കാണാതാകുന്നുണ്ട്. അവരെ പല സ്ഥലത്തും അന്വേഷിച്ചപ്പോൾ അത് അവരുടെ മതം പരിവർത്തനം ചെയ്ത് ചില സ്നേഹബന്ധങ്ങളിൽ പെട്ട് അവർ വേറൊരു മതത്തിലേക്ക് സ്വമേധയാ മാറിയതാണ്. അവർ ചിലരെ കോടതിയിൽ ഹാജരാക്കി. വൈക്കത്തു നിന്നുള്ള ഒരു രാജേന്ദ്രൻ ഇതുപോലെ ലവ് ജിഹാദ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പ്രക്രിയയിലാകപ്പെടുകയും ഇങ്ങനെ പ്രൊഫഷണൽ കോളേജുകളിൽ ഹോമിയോ കോളേജ്, ഡെൻ്റൽ കോളേജ്, എൻജിനീയറിംഗ് കോളേജ്, ഈവൻ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് ഒരു റാക്കറ്റ് വർക്ക് ചെയ്യുന്നതായിട്ട് സൂചന ഉണ്ടായി. ചില പെൺകുട്ടികൾ ഈ സഹപാഠികളായ വിദ്യാർത്ഥിനികളെ, അന്യമതത്തിലുള്ള വിദ്യാർത്ഥിനികളെ, അത് ഹിന്ദുക്കളായും ക്രിസ്ത്യാനികളുമായ യുവതികളെ വശീകരിക്കുന്നു. പല രീതിയിൽ വശീകരിച്ചിട്ട് അവരെ ഇസ്ലാം മതത്തിൻ്റെ ചില പാഠങ്ങൾ അവർക്ക് CD ആയിട്ടും പലതരം ലിറ്ററേച്ചർ അവർ കൊടുക്കുന്നു. അതിൽ ആകൃഷ്ടരാക്കുന്നു. എന്നിട്ട് അവരിൽ ഒരു വിശ്വാസ തകർച്ച സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു, ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. താൻ അനുവർത്തിച്ചു പോരുന്ന വിശ്വാസമാണോ രൂഢമൂലവും സത്യസന്ധവും, അതോ ഈ പറയുന്നതാണോ എന്നൊരു ക്രൈസിസ് അവരുടെ ഉള്ളിലുണ്ടാക്കുന്നു. ആ ഒരു അനിശ്ചിതാവസ്ഥ മുതലെടുത്തുകൊണ്ട് അവരെ ചില ചെറുപ്പക്കാർ സമീപിക്കുകയും പ്രേമം നടിച്ച് അവരെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇങ്ങനെ കൂട്ടിക്കൊണ്ടുപോകുന്ന ആളിൽ നിന്ന് ഇവർ പല രീതിയിലേക്ക് പിന്നെ ഒരു വലിയ റാക്കറ്റിലാണ് ചെന്നപ്പെടുന്നത്. ഇവരൊക്കെ മലപ്പുറം ജില്ലയിലെ സത്യസരണി എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ചെന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുറം ലോകത്തേക്ക് വരാൻ പറ്റാത്ത തരത്തിൽ അവരുടെ വേഷവും ഭാഷയും ആഹാര രീതിയും എല്ലാം മാറുകയാണ്. ജീവിതശൈലി തന്നെ മാറുകയാണ്. അവർ സമൂലം അവർ വിശ്വാസപരമായി മാറുകയാണ്. ആദ്യമായി അവരുടെ പേരൻസിനെ അവർ ശത്രുക്കളായി കാണാൻ തുടങ്ങുന്നു. വീട്ടിലേക്ക് വരാൻ ഇഷ്ടപ്പെടാതെ ആകുന്നു. കോടതിയിൽ കൊണ്ടുവരുമ്പോൾ മാതാപിതാക്കളെ തള്ളി പറയുന്നു. ഇത് അടിക്കടി 1-2 സംഭവമല്ല, ഒരു പരമ്പര തന്നെ കേരളത്തിലുണ്ടായി. അപ്പോഴാണ് ഈ ലവ് ജിഹാദ് എന്നത് ഒരു വസ്തുതയും ഒരു പ്രത്യക്ഷ യാഥാർത്ഥ്യവുമായി ആണെന്നിരിക്കെ പാർലമെൻറ്റിലൊക്കെ കേരളത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് MP ചോദ്യം ഉന്നയിച്ചു. അപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്ഥാനം വഹിച്ചിരുന്ന ആൾ പറയുന്നത് ലവ് ജിഹാദ് എന്ന പേരിലൊന്നും എങ്ങും നടക്കുന്നതായിട്ട് അറിയില്ല എന്നാണ്. അത് BJP ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര സഹമന്ത്രിയാണ് അങ്ങനെ പറഞ്ഞത്. ലവ് ജിഹാദ് എന്ന പേരിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നില്ല. പക്ഷേ ആത്യന്തികമായി ലവ് ജിഹാദ് തന്നെയായിരുന്നു. പ്രണയ വിപ്ലവം ആണ് നടക്കുന്നത്. പ്രണയം നടിച്ച് ആളുകളെ അന്യമതസ്ഥരായ പെൺകുട്ടികളെ വശീകരിച്ച് വിവാഹ വാഗ്ദാനം കൊടുത്ത് തങ്ങളുടെ കൂടെ കൂട്ടി അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുവാനുള്ള ഒരാഗോള പാൻ ഇസ്ലാമിക് പ്രോജക്റ്റാണ് ഇത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട്
ആണ്ടിൽ ഡൽഹിയിൽ VS അച്യുതാനന്ദൻ പത്രസമ്മേളനം നടത്തി. VS അച്യുതാനന്ദൻ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഘടിത പ്രവർത്തനം നടക്കുന്നുണ്ട്, മുസ്ലിം ജനവിഭാഗങ്ങളുടെ സംഖ്യ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി, അവരുടെ പോപ്പുലേഷൻ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ഇങ്ങനെ അന്യമതസ്ഥരായ പെൺകുട്ടികളെ വശീകരിച്ച് കൊണ്ടുപോയി മതം മാറ്റിക്കുന്ന ഒരു സംഘടിത പ്രവർത്തനം, പണമൊക്കെ വാഗ്ദാനം ചെയ്ത് ചെറുപ്പക്കാരെ ഇറക്കിക്കൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനുവേണ്ടി പരിശീലനം കിട്ടിയ ഒരുപാട് യുവാക്കൾ, മുസ്ലിം യുവാക്കൾ അക്കാഡമികളിൽ, കോളേജുകളിലൊക്കെ രംഗത്തുണ്ട്. ഈ VS അച്യുതാനന്ദനും ഈ ലവ് ജിഹാദിനെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്. തീർച്ചയായിട്ടും ലവ് ജിഹാദ് എന്ന പേരിൽ ഇങ്ങനെ ഒരെണ്ണം നടക്കുന്നുണ്ട് എന്ന് അദ്ദേഹം 2000 ആണ്ടിൽ ഡൽഹിയിൽ പറഞ്ഞു. അതിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി പലതവണ ഫോർവേഡ് ചെയ്യപ്പെട്ടതാണ്. ഈ അടുത്ത കാലത്ത് പോലും VSൻ്റെ ആ വാക്കുകൾ നമ്മൾ ദൃശ്യങ്ങൾ സഹിതം കണ്ടു. അപ്പോൾ അത് അന്ന് മുതലെയാണ് ഇത് ഒരു 4 നൂറ്റാണ്ടായി കേരളത്തിൽ ഇത് സജീവ ചർച്ചാ വിഷയമാണ്. ഇപ്പോൾ ഇത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത തരത്തിൽ കേരളത്തിൽ നിന്ന് 5600ഓളം പേർ ഇതിനകം അന്യമതസ്ഥരായി, പിന്നെ ഹിന്ദുക്കളിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും കേരളത്തിൽ നിന്ന് 5600ഓളം യുവതികൾ ഇസ്ലാം മതത്തിലേക്ക് പോയിട്ടുണ്ട്. വളരെ ഈ എറണാകുളത്തു നിന്നും ഒക്കെ പോയ പല കുട്ടികളും അവരുടെ പിന്നീടുള്ള ജീവിതം ഭയങ്കര കഷ്ടതരമാണ്. അഫ്ഗാനിസ്ഥാനിൽ ചെന്ന് കുടുങ്ങി കിടക്കുന്നവരുണ്ട്, ഇപ്പോഴും നാട്ടിൽ തിരിച്ചെത്താൻ പറ്റാതെ. തിരുവനന്തപുരം ആറ്റുകാൽ, ഇന്ന് ആറ്റുകാൽ പൊങ്കാല ദിവസമാണല്ലോ, ആറ്റുകാൽ ക്ഷേത്രത്തിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയുടെ മകൾ പോയതിനെപ്പറ്റി അവർ വലിയ കേസുമായിട്ടൊക്കെ വന്നതാണ്. ആ പെൺകുട്ടിക്ക് തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല. അവർ കൈമറിഞ്ഞ് അവർ അഫ്ഗാനിസ്ഥാനിലെത്തുകയാണ് ചെയ്തത്. അവർ മടങ്ങി വരാൻ ആഗ്രഹിച്ചിട്ട് പോലും അത് തിരിച്ചു കിട്ടാൻ പറ്റാത്ത തരത്തിലുള്ള നയതന്ത്ര പ്രശ്നങ്ങളായി കുരുങ്ങിക്കിടക്കുകയാണ്. അതുപോലെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ തമ്മിലൊരു നല്ല ബന്ധം പുലർത്തുന്ന സ്ഥിതിക്ക് നിമിഷ ഫാത്തിമയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ത്യ സർക്കാർ കൈക്കൊള്ള സാധ്യതയുണ്ട് സർ? നിമിഷ ഫാത്തിമ എന്നാണ് ആ കുട്ടി. അപ്പോൾ അത് ഗവൺമെൻറ് തലത്തിലാണ് ചർച്ച ചെയ്യേണ്ടത്. ഇതൊരു മതപരമായ വിഷയം കൂടി ആയതുകൊണ്ട് ഇത് നയതന്ത്ര മണ്ഡലത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് ഏതെങ്കിലും രീതിയിലൊരു കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യക്ക് ഒരു വിശ്വാസക്കുറവുണ്ടോ ഇവരുടെയൊക്കെ കാര്യത്തിൽ? ഇനിയും വന്നാൽ അത് ഉണ്ട്. ഈ കുട്ടികളിൽ നിന്ന് രേഖാമൂലം അത് കണ്ട് ശേഖരിക്കാൻ വിഷമമൊന്നുമില്ല. ഇവിടുന്ന് നമ്മുടെ ഒരു എൻവോയ് ഇവർക്ക് ഇവരെ നേരിട്ട് പോയി കണ്ട് സംസാരിക്കാനുള്ള അവസരമൊക്കെ കിട്ടില്ലേ? അങ്ങനെ സംസാരിക്കുമ്പോൾ അവരെ വിശ്വാസയോഗ്യമായിട്ട് അവരുടെ നിലപാട് എന്താണെന്ന് അറിയാൻ പറ്റും. ആ തരത്തിലത് ചെയ്ത് അവരെ വേണമെങ്കിൽ രക്ഷിക്കാം. പക്ഷേ ഒരുപാട് പേര് മടങ്ങി വന്നവരുണ്ട്. കാസർഗോഡ് നിന്ന്, തിരുവനന്തപുരത്തു നിന്നും, കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇങ്ങനെ ചതിക്കപ്പെട്ട്, തെറ്റിദ്ധരിക്കപ്പെട്ട് തൻ്റെ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് അത് ഇതിനേക്കാൾ അപകടമാണെന്നത് മനസ്സിലാക്കി താൻ കാണിക്കുന്നത് വലിയൊരു തെറ്റാണ് എന്ന ബോധ്യത്തോടെ തിരിച്ചു വന്ന് കൺഫസ് ചെയ്ത ആളുകൾ ഒരുപാടുണ്ട്. ഇത് അവരെ രക്ഷിക്കാനൊരു നിർണായക നിമിഷത്തിൽ ആരും ഇല്ലാതെ വരുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ ട്രാപ്പിൽ വീണു പോകുന്നത്. ഇതൊരു ട്രാപ്പാണെന്നും ഇത് മനഃപൂർവ്വം നടത്തുന്നതാണെന്നും ഇതിനെ ചെറുക്കേണ്ടതാണെന്നും വിശ്വസിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഇപ്പം PC ജോർജൊക്കെ ഈ വിഷയം ഓപ്പൺ ചർച്ചയ്ക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് അദ്ദേഹം അതിൻ്റെ പേരിലുള്ള അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിലുള്ള പ്രസംഗമാണ് അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് കേസിലും വഴക്കിലും കോടതി വ്യവഹാരത്തിലും ജയിൽവാസത്തിലും ഒക്കെ എത്തിച്ചത്. അപ്പോൾ അത് ജോർജ് പറയുന്ന രീതിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലിൻ്റെ ഒരു പ്രത്യേകത കാണണം. അതൊരു മതപരമായ കേസ് ഉത്ഭവിക്കും. മതനിന്ദയുടെ പേരിലൊരു കേസ് അദ്ദേഹത്തിന് പേരിൽ ഉന്നയിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ വസ്തുതകൾ അത് അഡ്രസ്സ് ചെയ്യുകയാണ് മുഖ്യമായ പ്രശ്നം. PC ജോർജ് ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാന പ്രശ്നം അത് അഡ്രസ്സ് ചെയ്യുകയാണ്. അത് സത്യത്തിൽ അദ്ദേഹം ക്രിസ്ത്യൻ യുവതികൾ ധാരാളമായി ഇങ്ങനെ ലവ് ജിഹാദ് എന്ന കുരുക്കിൽപ്പെട്ട് പോകുന്നുണ്ട്. അത് തടയേണ്ടതിനെ പറ്റിയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഹിന്ദു കുട്ടികളും ക്രിസ്ത്യൻ കുട്ടികളും ഇങ്ങനെ പോയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, 6000-ൽ താഴെ കുട്ടികൾ ഇതിനകം ഈ വിധം കൺവേർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിനുള്ള ശ്രമം ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇതിങ്ങനെ വ്യാപകമായൊരു ചർച്ച വരുന്നതോടെ ആ എതിരാളികൾ അവർ കൂടുതൽ കരുതലോടെ നീക്കും. പലതരം പ്രലോഭനങ്ങളാണ് ഇവർ നേരിടേണ്ടി വരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.